ലഖദ് ജാഅക്കും റസൂലും മിൻ അൻഫുസിക്കും അസീസുൻ അലൈഹി മാ അനിത്തും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. പരിശുദ്ധ ഖുർആനിൽ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പരിചയപ്പെടുത്തിയത് അങ്ങനെയാണ്. ലഖദ് ജാഅക്കും റസൂലും മിൻ അൻഫുസിക്കും അസീസുൻ അലൈഹി മാ അനിത്തും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. അണികളുടെ പ്രയാസങ്ങൾ അസഹനീയമായി കാണുന്നവരും സത്യവിശ്വാസികളോട് ആർദ്രനായും നബിയെ അങ്ങയെ നാം നിയോഗിച്ചിരിക്കുന്നു, അങ്ങയെ നാം അയച്ചിരിക്കുന്നു. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രഖ്യാപിച്ചത് അന സയ്യിദു ഉൽദി ആദം എന്നാണ്. ഞാൻ ആദം സന്തതികളുടെ അഭയമാണ് എന്നാണ്. ഇത് വിശദീകരിച്ചുകൊണ്ട് മഹാനായ ഇമാം നവവി റളിയല്ലാഹു അൻഹു പറയുന്നത്, സയ്യിദു ഉൽദി ആദം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഹുവല്ലദി യഫ്സഉ ഇലൈഹി, ആദം സന്തതികളിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരുടെ പ്രയാസങ്ങളിലേക്ക് വല്ലാതെ വിഷമിക്കും, വല്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അലോസരപ്പെടുത്തും. ഉമ്മത്തിൻ്റെ പ്രയാസം, ആദം സന്തതികളുടെ പ്രയാസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അസ്വസ്ഥനാക്കും, വിഹ്വലനാക്കും. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം അന സയ്യിദു ഉൽദി ആദം.